ആ ഡ്രാഗൺ അവളെ ഒരു ഗുഹയ്ക്കകത്ത് ഒരു കുഴിയിൽ കൊണ്ടിടുന്നു. ആ വീഴ്ചയിൽ അവൾക്ക് നല്ല പരിക്ക് പറ്റുന്നു. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കുമ്പോൾ മുകളിൽ ഒരു തുണി കാണുന്നു. അതിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ ഒരു ജീവി അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അവൾ പേടിച്ച് പിടിവിട്ട് താഴെ വീഴുന്നു. അവൾ അതിനെ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അത് അവളോട് കല്ല് താഴെ ഇട്ടിട്ട് അനങ്ങാതെ കിടക്കാൻ പറയുന്നു. അവൾ അങ്ങനെ ചെയ്തപ്പോൾ ആ ജീവി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൾ ആ ശബ്ദത്തോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ലെന്ന് പറയുന്നു. അപ്പോൾ നീയും എന്നെ പോലെ തടവുകാരനാണോ? ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവൾ ചോദിക്കുന്നു. നിങ്ങൾ ആ ഡ്രാഗൺ സോങ് പാടിയത് കൊണ്ടാണ് ഡ്രാഗൺ അവിടേക്ക് വന്നതെന്ന് അവൻ പറയുന്നു. ഡ്രാഗൺ നശിച്ചു പോയെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങനെ പാടിയതെന്ന് അവൾ പറയുന്നു. നേരത്തെ വീണ വീഴ്ചയിൽ അവൾക്ക് നല്ല മുറിവ് പറ്റിയത് കൊണ്ട് അവൻ അവൾക്ക് മുറിവിൽ പുരട്ടാൻ പച്ചമരുന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോഴാണ് അവൾ അവന്റെ ഫേസ് കാണുന്നത്. കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് ഡ്രാഗനെ കൊല്ലാൻ ഒരു കല്ല് സംഘടിപ്പിച്ച് തരാമോ എന്നവൾ ചോദിക്കുന്നു. ആ ഡ്രാഗൺ വളരെ ശക്തിശാലിയാണ്, നിനക്കൊരിക്കലും അതിനെ കൊല്ലാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു. അത് കേട്ടവൾ നീ ഒരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് ഞാനൊരു പേര് കണ്ടുവച്ചിരുന്നു, ഇനി നീ എന്നോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവർ കണ്ടുകൊണ്ടിരുന്ന ഹോള് ഒരു കല്ല് വെച്ചടയ്ക്കുന്നു.